പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നവ്യ പരസ്യത്തിൽ അഭിനയിക്കാൻ പോയത് കനകയും ഗോവിന്ദനും ഒക്കെ അറിഞ്ഞു. അപ്പം ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് അവന് വേണ്ടിയിട്ടല്ലേ അവൾ ഇതൊക്കെ ചെയ്യുന്നത് എന്ന്. അന്നേരം നന്ദു പറയുന്നുണ്ട് പിന്നല്ലാതെ ശരിക്കും ചേച്ചീനെ പിരികേറ്റി വിടുന്നത് അവൻ്റെ അഭിയും അവൻ്റെ അമ്മയും കൂടിയാണ് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ആകെ ടെൻഷനിലാണല്ലോ ആദർശ്. അന്നേരം ആദർശിനോട് നയന പറയുവാണ് അഭിയെ ഇങ്ങോട്ട് വിളിക്കുക, എന്നിട്ട് ചേച്ചിയെ ഇതുപോലുള്ള പരസ്യങ്ങൾ ഇനി അഭിനയിപ്പിക്കാൻ വിടരുത് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട് അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന്. അന്നേരം നയന പറയും അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കാര്യം ഉണ്ടാവണം, അവനെ വിളിക്കുക, അവനോട് പറ, നമ്മൾ പറയുന്നത് അവൻ കേട്ടേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയും കാണിക്കുന്നുണ്ട്. അവർക്കും ഭയങ്കര സങ്കടമാണ്. എന്നിട്ട് മുത്തശ്ശൻ ദേവയാനിയോട് പറയാം ഇനി എന്ത് ചെയ്യും മോളെ, നവ്യയോട് സത്യം പറയാൻ മേലാത്തൊരവസ്ഥയായില്ലേ, ഇനി നവ്യ അവനെ മനസ്സിലാക്കിയാലേ പ്രശ്നങ്ങൾ തീരുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അഭിയെ വിളിച്ചപ്പം അഭി ഓഫീസിലേക്ക് വരുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് ആദർശ് ചാടി എഴുന്നേൽക്കുന്നു. എന്നിട്ട് ചോദിക്കുവാണ് ഞങ്ങളെ നാണം കെടുത്താൻ വേണ്ടി ഞങ്ങളുടെ എതിരാളികളുടെ ജ്വല്ലറി തന്നെ പരസ്യം ചെയ്യാൻ നീ നിൻ്റെ ഭാര്യയെ പറഞ്ഞു വിട്ടല്ലേടാ എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് അഭിയുടെ കോളറിന് കയറി പിടിക്കുന്നുണ്ട്. അന്നേരം അങ്ങോട്ട് നവ്യം വരുന്ന കാണിക്കുന്നുണ്ട്. അഭിയല്ലേ സാധനം, നവ്യനും കൂട്ടിക്കൊണ്ടാണ് പോയത്, അവളാണല്ലോ അഭിയുടെ തുറുപ്പുചീട്ട്. ഏതായാലും ആ തുറുപ്പുചീട്ടിൻ്റെ മുന്നിൽ ആദർശം നയനയും പിന്നെ മിണ്ടൂല. ഏതായാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്.